കഴിഞ്ഞ ദിവസം കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ, ചില വസ്തുതകൾ ഞാൻ ഒരു പരിപാടിക്കിടെ ഉന്നയിക്കുകയുണ്ട്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്നാമത്തത്, വർക്ക് അവാർഡ് ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെയാണ് പണം വാങ്ങുക? വർക്ക് അവാർഡ് ചെയ്തിട്ട് പോലുമില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതിയുടെ ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുടെ അനുമതിക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. അത് നൽകിയതിന് ശേഷം ആണ് തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ണൂർ കോർപ്പറേഷന് 5 MLDയുടെ STP സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള കത്തിൽ അമൃത് മിഷന്റെ ഡയറക്ടർ നൽകിയിട്ടുള്ള കത്തിൽ പറയുന്ന വാചകം ഞാനിവിടെ വായിക്കാം. While tendering may commence immediately, formal award of work shall be strictly contingent upon receipt of SHPSC and SLTC approvals. എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള ടെക്നിക്കൽ കമ്മിറ്റിയുടെയും സംസ്ഥാന തലത്തിലുള്ള ഹൈപ്പവർ കമ്മിറ്റിയുടെയും അനുമതിയോടുകൂടി മാത്രമേ വർക്ക് അവാർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ കോർപ്പറേഷൻ മേയറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കോയ ആൻഡ് കമ്പനി കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ അയ്യപ്പ ഇൻഫ്രാ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് രണ്ടുപേരും ചേർന്നുള്ള ജോയിൻറ്റ് വെഞ്ചറാണ്. ആ ജോയിൻറ്റ് വെഞ്ചറിന് അനുമതി നൽകിക്കൊണ്ട് അത് അടക്കാൻ തോന്നുന്നു. ജോയിൻറ്റ് വെഞ്ചറിന് അനുമതി നൽകിക്കൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ നൽകിയിട്ടുള്ള കത്താണിത്. ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ്, LOA. അപ്പോൾ നേരത്തെ എന്നോടല്ല പറഞ്ഞത്, കോർപ്പറേഷൻ മേയർ പറഞ്ഞത് സംസ്ഥാന തലത്തിലുള്ള അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈ പറയുന്ന കമ്പനിക്ക് അയച്ചതിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത് അയച്ചിരിക്കുന്നത് 29/9/2025 29/9/2025. ഞാൻ ഈ കാര്യം പറയുന്നതിന് മുമ്പേ, നിങ്ങളോട് മേയർ ഇക്കാര്യം സംസാരിക്കുന്നതിന് മുമ്പേ 29/9/2025 ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതിൽ പറയുന്ന വാചകം കൂടി വായിക്കും. You are directed to submit the stamp GRN ID, performance guarantee and additional performance guarantee as per the prevailing law and execute the agreement. Agreement വെക്കാൻ വേണ്ടിയിട്ടുള്ള LOA ആണ്. Start the work within a week after getting necessary instructions from the Kannur Corporation. The time allowed for executing the agreement without a fine will be 14 working days from the date of issuance of the administrative sanction, and a further period of 10 days will be allowed to execute the agreement after releasing a fine of ₹100 എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വർക്ക് തുടങ്ങേണ്ട സംബന്ധിച്ചുള്ള കാര്യം, the original receipt shall be submitted at the office of the agreement authority before executing the agreement. Agreement വെക്കാൻ വേണ്ടിയിട്ടുള്ള കത്താണ് ഈ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ്, LOA. അപ്പോൾ കോർപ്പറേഷൻ മേയർ സംസ്ഥാനതല സമിതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് പെരുന്നുണയാണ്. എന്നാൽ അതേസമയത്ത് അനുമതിയോടുകൂടി മാത്രമേ
ടെൻഡർ നൽകാൻ അവാർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത് അമൃത് മിഷന്റെ ഡയറക്ടറുടെ കത്താണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്തത് എന്നതിൻ്റെ തെളിവ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ 2 ടെൻഡർ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ആ 2 ഡോക്യുമെൻ്റ് അദ്ദേഹത്തിൻ്റെ കോർപ്പറേഷൻ മേയർ തന്നെ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ടെൻഡർ വിളിച്ചു, ആ ടെൻഡർ വിളിച്ചതിന് ശേഷം അതിൽ ചില അപാകതകൾ കണ്ടു, അതുകൊണ്ട് വീണ്ടും ടെൻഡർ വിളിച്ചു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ 2 ടെൻഡർ ഡോക്യുമെൻറ്റും എൻ്റെ കയ്യിലുണ്ട്. ₹140 കോടി ടെൻഡർ ഡോക്യുമെൻ്റാണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് നോക്കുന്നതല്ല, 1, 2, 3, 4, 5, 5.25 പേജ്. ഇതാണ് ₹140 കോടി ടെൻഡർ ഡോക്യുമെൻ്റ്. ഞാനിത് കാണിച്ചു തരാൻ കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിലോ ലോകത്തിൻ്റെ ചരിത്രത്തിലോ ഇങ്ങനെ ഒരു ടെൻഡർ ഡോക്യുമെൻ്റ്, ടെൻഡർ വിളിക്കാനുള്ള ഒരു ഡോക്യുമെൻ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അക്കാര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ₹140 കോടി ടെൻഡർ ഡോക്യുമെൻ്റാണ്. അതാണ് നിങ്ങൾ കണ്ട 5.25 പേജ് എന്ന് നിങ്ങളെല്ലാവരും കണ്ടു. ഇനി ഇതിൽ ഈ പദ്ധതി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അമൃത് പദ്ധതിയുടെ ഭാഗമായി 5 MLD മുതൽ 10 MLD വരെയുള്ള കപ്പാസിറ്റിയുള്ള ടെൻഡർ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ അമൃത് മിഷൻ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ടെൻഡർ ക്ഷണിക്കുന്നത്. ആ ടെൻഡർ ഡോക്യുമെന്റിൽ 40 കോടി രൂപയാണ് കാണിച്ചത് എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. 40 കോടി രൂപ കാണിച്ചിട്ട് 140 കോടി രൂപയുടെ ടെൻഡറാണ് യഥാർത്ഥത്തിൽ ഫ്ലോട്ട് ചെയ്തിരുന്നത്. 40 കോടി രൂപ കാണിച്ചതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, പിന്നീട് കൊറിജണ്ടമായിട്ടാണ് 100 കോടി രൂപ കൂടി ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊറിജണ്ടമായിട്ട് ഇറക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. സാധാരണ വലിയ കോൺട്രാക്ടർമാർ ഈ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുമ്പോൾ അവർ ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഇത്ര തുകയുടെ മേലെ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ടെൻഡർ അബവ് 50 crores എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ 50 കോടി രൂപയുടെ മേലെയുള്ള ടെൻഡർ അവർക്ക് കിട്ടും. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 40 കോടി എന്ന് കാണിച്ചതുകൊണ്ട് 140 കോടി രൂപയുടെ ടെൻഡർ സെർച്ച് ചെയ്താൽ കിട്ടില്ല. 40 കോടി ആയതുകൊണ്ട് അത് എവിടെയും കാണൂല. കാരണം ഇത് ഇറക്കിയിരിക്കുന്ന കുറുജണ്ടാണ്. ആ ഇറക്കിയ കുറുജണ്ടം കൂടി നിങ്ങളൊന്ന് ക്യാമറയിലൊന്ന് ഷൂട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. വളരെ രസകരമായിട്ടുള്ള കുറുജണ്ടാണ്. ഇതാണ് കുറുജണ്ടം, കണ്ടില്ലേ? ഇതിനകത്ത് എഴുതിയ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. എമൗണ്ട് ചേഞ്ച് റിക്വയേർഡ് ഫ്രം 40 crore to 140 crore. 6 words. Amount change required from 40 crore to 140 crore. 40 കോടിയിൽ നിന്ന് 140 കോടി രൂപയായിട്ട് തുക മാറ്റേണ്ടി വന്നിരിക്കുന്നു. ഇതാണല്ലോ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? കോർപ്പറേഷൻ മേയർ നിങ്ങളോട് പറഞ്ഞെന്താ? ഇതൊരു ക്ലറിക്കൽ എററാണ്. ക്ലറിക്കൽ എറർ ആണെങ്കിൽ ആദ്യം ഫ്ലോട്ട് ചെയ്ത ടെൻഡറിൽ 40 കോടി എന്ന് ക്ലറിക്കൽ എററിന്റെ ഭാഗമായി രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. യഥാർത്ഥ തുക 140 കോടി രൂപയാണ് എന്നെങ്കിലും പറയണ്ടേ? എന്നാൽ അതല്ല പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ സാധനമാണ് ഇതിനകത്തുള്ളത്. ഇനി ഒന്നാമത്തെ കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു
ഈ പ്രധാനപ്പെട്ട കുറേ ആളുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു രീതി എടുത്തിട്ടുള്ളത്. അതിലും രസകരമായൊരു കാര്യം, 150 കോടി രൂപയ്ക്ക് ഫ്ലോട്ട് ചെയ്ത ടെൻഡർ ഈ കോട്ട് ചെയ്ത കോൺട്രാക്ടർ നല്ലോണം എബോവാണ് കോട്ട് ചെയ്തത്. എന്നിട്ട് അവസാനം 167.6 കോടി രൂപക്കാണ് ഈ വർക്ക് അവാർഡ് ചെയ്തിട്ട് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് LOA കൊടുത്തിരിക്കുന്നത്. 167.6 കോടി രൂപ. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു 2 ടെൻഡർ ഡോക്യുമെൻ്റ് ഉണ്ട്. ഒന്നാമത്തെ ടെൻഡർ ഡോക്യുമെൻറ്റിൽ പറയുന്ന വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അതിൽ അതായത് അറ്റൻഡിങ് ദ പ്രീ ബിഡ് മീറ്റിംഗ് ഈസ് മാൻഡേറ്ററി. അറ്റൻഡിങ് ദ പ്രീ ബിഡ് മീറ്റിംഗ് ഈസ് മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ പ്രീ ബിഡ് മീറ്റിംഗിൽ പങ്കെടുത്തവരെ മാത്രമേ ഫൈനാൻഷ്യൽ ടെൻഡർ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. സാധാരണ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് പ്രീ ബിഡ് മീറ്റിംഗിൽ ആർക്കും പങ്കെടുക്കാം. പങ്കെടുത്തു കഴിഞ്ഞാൽ ആ പ്രീ ബിഡ് മീറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ടെൻഡറിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. ആ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ടെൻഡർ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതിക്കും ചുരുങ്ങിയത് 10 ദിവസം മുമ്പെങ്കിലും ഇങ്ങനെ മാറ്റം വരുത്തിയെ സംബന്ധിച്ചുള്ള മിനിറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് അപ്ലോഡ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാറ്റം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കോമ്പീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇവിടെ ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മിനിറ്റ്സ് അപ്ലോഡ് ചെയ്തില്ല, പ്രീ ബിഡ് മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മിനിറ്റ്സ് അപ്ലോഡ് ചെയ്തില്ല. രണ്ടാമത്തത്, പ്രീ ബിഡ് മീറ്റിംഗിൽ പങ്കെടുത്തവർ മാത്രമേ ഫൈനാൻഷ്യൽ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി അവർക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന് പറയുന്ന വ്യവസ്ഥ ഒന്നാമത് ഉണ്ടാക്കി വെച്ചു. രണ്ടാമത്തെ ടെൻഡറിൽ ആ വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താ സംഭവം? പ്രീ ബിഡ് മീറ്റിംഗിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള ഒന്നാമത്തെ വ്യവസ്ഥ കണ്ടവർ പിന്നീട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവില്ല. കാരണം ഈ വ്യവസ്ഥ ഇതിൽ മാറ്റം വരുത്തിയെ സംബന്ധിച്ചുള്ള മിനിറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ബോധപൂർവം മിനിറ്റ്സ് അപ്ലോഡ് ചെയ്യാതെ വെച്ചു എന്നാണ് ഇതിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സമിതിയുടെ അപ്രൂവൽ വാങ്ങിയില്ല എന്ന് മാത്രമല്ല, സാധാരണ നിലയിൽ ഒരു ടെൻഡർ വിളിക്കാൻ, ഇപ്പം നിങ്ങളൊക്കെ ഇതൊക്കെ അറിയുന്നവരല്ലേ, ഒരു 10 ലക്ഷം രൂപേൻ്റെ ടെൻഡർ വിളിക്കാൻ എത്ര ദിവസം മുമ്പേ വിളിക്കണം? സാധാരണ നിലയിൽ നോർമൽ കണ്ടീഷൻ 30 ദിവസമാണ് സാധാരണ പറയുക. എന്നാൽ അതേസമയത്ത് കൊട്ടേഷനൊക്കെ വിളിക്കുന്നതാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിധത്തിൽ പറയാം. കേരള സ്റ്റോർ പർച്ചേസ് മാനുവൽ അനുസരിച്ച് ടെൻഡർ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ചുരുങ്ങിയത് 30 ദിവസമെങ്കിലും സമയം കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. ഇതാ, നിങ്ങൾ ആദ്യം വിളിച്ച ടെൻഡറിലെ ഡേറ്റ് നിങ്ങൾ നോക്കുക. ഡേറ്റ് ഓഫ് ഇഷ്യൂ 24/7/2025. 24/7/2025. സബ്മിഷൻ ഡെഡ് ലൈൻ 8/8/2025. എൻ്റെ അർത്ഥം എന്താ? 24/7/2025 എന്ന് പറഞ്ഞാൽ അതിൽ 3 ദിവസവും 8/8, 8 3 11 ദിവസം. നിങ്ങൾ നോക്കൂ, 11 ദിവസമാണ് ഈ ടെൻഡർ ഡോക്യുമെന്റ് അനുസരിച്ച് ടെൻഡർ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. രണ്ടാമത് മാറ്റി ടെൻഡർ വിളിച്ചല്ലോ, ആ ടെൻഡർ ഡോക്യുമെന്റ് ആണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. 19/8/2025 ഇതിനാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ, ടെൻഡർ വിളിക്കുന്ന ദിവസം 19/8/2025. സബ്മിഷൻ ഡെഡ് ലൈൻ 30/8/2025. ഇവിടെയും കൊടുത്തിരിക്കുന്നത് കൃത്യം 11 ദിവസം. സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ വ്യവസ്ഥയിലൂടെ നഗ്നമായ ലംഘനമാണിത്. 30 ദിവസമാണ് മിനിമം. ഇത് സാധാരണ വ്യത്യസ്ത രീതിയിലുള്ള ടെൻഡർ നടപടികളുണ്ട്. ആ ടെൻഡറിൽ ഇപ്പം നമ്മൾ PW ഒക്കെ സാധാരണ ടെൻഡർ വിളിക്കില്ലേ, ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള
മുഴുവൻ ഡാറ്റയും അപ്ലോഡ് ചെയ്ത് അങ്ങനെ വിളിക്കുന്ന ടെൻഡറിനാണ് സാധാരണ 30 ദിവസം. എന്നാൽ ഈ ടെൻഡർ ഒരു പ്രത്യേക ടൈപ്പ് ടെൻഡറാണ്. അതായത് ഡിസൈൻ, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ DBOT വ്യവസ്ഥ പ്രകാരമാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥ അനുസരിച്ച് DBOT വ്യവസ്ഥ അനുസരിച്ച് ഇങ്ങനെ ഒരു ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള സ്കോപ്പ്, ആ സ്കോപ്പ് എന്താണ് ഇതിൻ്റെ അത് എന്നത് സംബന്ധിച്ച് ഞാൻ പിന്നീട് പറയും. അതായത് നിങ്ങൾ ആകെ ഇത്ര പൈപ്പ് ഉപയോഗിക്കണം, അതിന് ഇത്ര ഗേജ് ഉണ്ടാകണം, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇത്ര MLD ആണ് ചെയ്യാൻ പോകുന്നത്, അതിന് ടെക്നിക്കലായി ഇന്ന ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച് മുഴുവൻ ഡീറ്റെയിലും സമർപ്പിച്ചിട്ട് വേണം ടെൻഡറിൽ പങ്കെടുക്കാൻ. മുഴുവൻ ഡീറ്റെയിലും വേണം. അത് ഈ ടെൻഡർ വ്യവസ്ഥയെ തന്നെ പറയുന്നുണ്ട്. അതിനാദ്യം എന്താ വേണ്ടത്? ചുരുങ്ങിയത് ഒരു സർവേയിങ് നടത്തണം. സർവേ നടത്തണം, ടെക്നിക്കലായിട്ടുള്ള പഠനം നടത്തണം. ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു ബിൽഡർക്ക് ഡിസൈനൊക്കെ പിന്നീടാണ്, ടെൻഡർ കിട്ടിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന്റെ ടെൻഡർ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ എടുക്കണമെങ്കിൽ സാധാരണ നിലയിൽ ഒരു 3-4 മാസം ആവശ്യമുണ്ട്. സാധാരണ നിലയിൽ വളരെ മിനിമം സർവേ ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ, അത്രയൊന്നും സമയമില്ലാതെ വെറും 11 ദിവസം കൊണ്ട് ഒരു കോൺട്രാക്ടർ ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം വളരെ മുൻകൂട്ടി ഇതൊരു ടൈലേർഡ് കോൺട്രാക്റ്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ച് ഇതിന്റെ വിവരങ്ങളെല്ലാം ഒരു പ്രത്യേക ആൾക്ക് കൃത്യമായിട്ട് ചോർത്തി കൊടുത്ത് ആ പ്രത്യേക വ്യക്തിയുടെ താല്പര്യാർത്ഥം ടെൻഡറിൽ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ചെയ്ത് ആ വ്യവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നോക്കിയാൽ, നിങ്ങൾ ഈ എലിമിനേഷൻ പ്രോസസ് എന്നൊക്കെ കേട്ടില്ലേ? എങ്ങനെ നോക്കിയാൽ നമ്മുടെ GS പ്രദീപിന്റെ അശ്വമേധം എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. ഉള്ളി മനസ്സിൽ നമ്മളാരും മനസ്സിൽ വിചാരിച്ച ആളെ കണ്ടെത്തും. അതുപോലെ ഇങ്ങനെ എലിമിനേഷൻ പ്രോസസ്സിലൂടെ ആളെ കണ്ടെത്തുന്ന പോലെയാണ്. കൃത്യമായിട്ട് ആളെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന വിധത്തിലാണ് ഈ ടെൻഡറിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യം 11-12 ദിവസം കൊണ്ട് ഇതിൽ ടെൻഡർ ഡോക്യുമെന്റ് നൽകണമെന്ന വ്യവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ആളുകളെ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പ്രീ ക്വാളിഫിക്കേഷൻ കണ്ടീഷൻ, അത് 4 എണ്ണമാണ്, 5 എണ്ണം. അതിൽ ഈ 2 ഡോക്യുമെന്റിലും 2 വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ആദ്യത്തെ ടെൻഡറാണ്, ഇത് രണ്ടാമത്തെ ടെൻഡറാണ്. ഈ രണ്ടിലും വരുത്തിയ മാറ്റം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മാറ്റമാണ്. മാറ്റവും വ്യവസ്ഥയും. അതായത് 10 MLD വരെയുള്ള STP തയ്യാറാക്കണം എന്നുള്ളതാണ് കണ്ണൂർ കോർപ്പറേഷന്റെ തീരുമാനം. ആ തീരുമാനത്തിൽ അവർ പറയാണ്, അതായത് 5 മുതൽ 10 വരെ, അതിനു വേണ്ടിയിട്ട് പറയാണ് 20 MLD കപ്പാസിറ്റിയുള്ള പ്രവൃത്തി ചെയ്തിരിക്കണം. അവരുടെ ക്വാളിഫിക്കേഷൻ അതാണ്. അതായത് 1 sewage sector project with a planned capacity of not less than 20 MLD must completed in the DBOT model within the last 5 years. 5 വർഷത്തിനിടയിൽ പിന്നെ 20 MLD ആദ്യത്തെ ഡോക്യുമെന്റിൽ പറയുന്നതാണ്. നിങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ STPകൾ നോക്കുക, സാധാരണ വിളിക്കുന്ന STP നോക്കുക. എത്രയാണോ കപ്പാസിറ്റി, ആ കപ്പാസിറ്റിയുടെ 10% മാത്രമാണ് സാധാരണ നിലയിൽ വെക്കുക. ഇപ്പോൾ 10 MLD ആണെങ്കിൽ നിങ്ങൾ പിന്നെ അതിൻ്റെ 1 MLD ചെയ്തു കഴിഞ്ഞ ഒരാൾക്ക് 10 MLD ചെയ്യാൻ വേണ്ടി അനുമതി കൊടുക്കുന്ന വിധത്തിലാണ് മിക്കവാറും ടെൻഡറുകൾ കാണുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് എത്രയാണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടതിൻ്റെ ഇരട്ടിയാണ്. പക്ഷെ പിന്നീട് ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ മാറ്റം വരുത്തിയത് എത്രയാണ്? 10 MLD എന്ന് പറഞ്ഞാണ് മാറ്റം വരുത്തി. 20 MLD 10 MLD ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ മാറ്റം എന്ത് ചെയ്തില്ല? ഈ മാറ്റം പ്രീബിഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് എന്നുള്ള നിലയിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ കോൺട്രാക്ടർമാർക്ക് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ആ മാറ്റം അപ്ലോഡ് ചെയ്തില്ല.
അതുപോലെ തന്നെ മറ്റൊന്ന്, അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അതായത് എക്സ്പീരിയൻസ് ഇൻ സിവേജ് വർക്ക് STP ഓർ നെറ്റ്വർക്ക് ടേക്കൺ ഇൻ കേരള. ഈ മാർക്കറ്റിലുണ്ട് ഓരോന്നിനും. അതിൽ 10 മാർക്ക് ഒരു ഭാഗത്ത് പറയുന്നു, 5 മാർക്സ് ഫോർ ഓൺ ഗോയിങ് വർക്ക്. ഓൺ ഗോയിങ് വർക്കിന് 5 മാർക്ക് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ 20 MLD വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസ് തന്നെ കേരളത്തിൽ STP ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഓർഡർ എന്നല്ല പറയുന്നത്, ഓൺ ഗോയിങ് വർക്ക് ഉണ്ടാവണം, അതല്ലെങ്കിൽ കംപ്ലീറ്റഡ് വർക്ക് ഉണ്ടാവണം. അപ്പോൾ ഓൺ ഗോയിങ് വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ 140 കോടി രൂപേൻ്റെ ടെൻഡർ വിളിക്കുന്ന സമയത്ത്, ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദേശീയമായിട്ട് ആളുകൾ പലരും വരുമല്ലോ. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളുണ്ട്. 140 കോടിയല്ലേ. അപ്പോൾ അതിന് പറ്റുന്ന കേരളത്തിലെ തന്നെ ഒരാൾക്ക് മാത്രമേ കോട്ട് ചെയ്യാൻ വേണ്ടി കഴിയൂ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം ഇതിൽ പറഞ്ഞത്, അതായത് ഓൺഗോയിങ് വർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ കോർപ്പറേഷൻ മേയറുടെ ഒരു കത്തുണ്ട്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓൺഗോയിങ് വർക്ക് എന്നല്ല. ഇത് വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓൺഗോയിങ് വർക്ക് എന്നല്ല, അതായത് കോർപ്പറേഷൻ മേയറുടെ കത്തിൽ പറഞ്ഞത് ഈ കോഴിക്കോടുള്ള ഒരു വർക്ക് ഇവർ എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറയുകയും ചെയ്തു. കോഴിക്കോട് എടുത്തിട്ടുള്ള വർക്ക് കൂടി പരിഗണിച്ചിട്ടാണ് ഇത് കൊടുത്തത്. കോഴിക്കോട് ഇദ്ദേഹം വർക്ക് തുടങ്ങിയിട്ടില്ല. എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്തോ എന്ന് എനിക്ക് ഉറപ്പില്ല. വർക്ക് തുടങ്ങിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരു വർക്ക് ഓർഡർ കയ്യിൽ കിട്ടിയാൽ എക്സ്പീരിയൻസ് ആകും. കേരളത്തിൽ ഈ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്നാണ് ടെൻഡറിൽ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. വർക്ക് ഓർഡർ കയ്യിൽ കിട്ടിയാൽ എക്സ്പീരിയൻസ് ആകുമോ? വർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ അന്വേഷിക്കൂ. കോഴിക്കോടുള്ള വർക്ക് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. അങ്ങനെ ഒരു വർക്ക് ആരംഭിച്ചിട്ടില്ല. അപ്പൊ അവിടെയും ഇദ്ദേഹത്തിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഏറ്റവും അവസാനം ഈ എലിമിനേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് 2 കമ്പനികൾക്ക് ഒരേ മാർക്ക് കിട്ടുകയാണ്, 20 മാർക്ക്. അപ്പൊ അവസാനം ഇയാൾ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്നതിന് വേണ്ടി ഓൺഗോയിങ് വർക്ക് എന്ന് പറയുന്ന ക്ലോസിന്റെ സ്ഥലത്ത്, യഥാർത്ഥത്തിൽ ഓൺഗോയിങ് ഇല്ല, പക്ഷെ ഓൺഗോയിങ് വർക്ക് എന്ന് പറയുന്ന ക്ലോസിന്റെ സ്ഥലത്ത് 5 മാർക്ക് കൊടുക്കാം. ആ 5 മാർക്ക് ഇദ്ദേഹത്തിന് ഇട്ട് കൊടുത്തിട്ടാണ് ഇയാളെ സെലക്ട് ചെയ്തത്. അപ്പോ ഇതില് പിന്നെ ഈ സെലക്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ്. അത് ഞാൻ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കും. ഇനി ഈ ടെൻഡർ വ്യവസ്ഥയിൽ സാധാരണ നിലയിൽ ജോയിന്റ് വെഞ്ചർ അനുവദനീയമാണോ അല്ലയോ എന്ന് ടെൻഡർ ഡോക്യുമെന്റിൽ പറയും. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞല്ലോ, ആദ്യത്തെ ടെൻഡറിൽ പറഞ്ഞു 20 MLD ചെയ്തിരിക്കുന്ന 20 MLD STP ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് തനിച്ച് മതിയോ അല്ല ജോയിന്റ് ആയിട്ട് വേണോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ സാധാരണ ടെൻഡർ ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും. പക്ഷേ ഈ ഡോക്യുമെന്റിൽ ജോയിന്റ് വെഞ്ചർ ആകാമോ അല്ലയോ എന്നുള്ളത് ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ജോയിന്റ് വെഞ്ചർ ആയിട്ട് ക്വാളിഫിക്കേഷനിലേക്ക് വന്നിട്ടുള്ള ആൾക്കാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ജോയിന്റ് വെഞ്ചർ ആകാമോ അല്ലയോ എന്ന് പറയണം. അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിൽ തന്നെ എത്രയോ കമ്പനികൾക്ക് ജോയിന്റ് വെഞ്ചറിലൂടെ ഈ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്ത് അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷെ അത് സൈലന്റ് ആക്കി വെച്ചു. സൈലന്റ് ആക്കി വെച്ചിട്ട് ജോയിന്റ് വെഞ്ചറായിട്ട് ബിഡ് ചെയ്തിട്ടുള്ള കമ്പനിക്ക് വർക്ക് അവാർഡ് ചെയ്തിരിക്കും. LOA കൊടുത്തിരിക്കുന്നു. വർക്ക് അവാർഡല്ല, LOA കൊടുത്തിരിക്കുന്നു. വർക്ക് അവാർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. LOA കൊടുത്തതിന് ശേഷം എഗ്രിമെന്റ് വെച്ചതിന് ശേഷമാണ് വർക്ക് അവാർഡ് ചെയ്യുക. അതാണ് കോയ ആൻഡ് കമ്പനി കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡും അതുപോലെ തന്നെ അയ്യപ്പ ഇൻഫ്രാ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ 2 കമ്പനികൾക്കാണ് അവരുടെ ജോയിന്റ് വെഞ്ചറിനാണ് വർക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് അതോടൊപ്പം തന്നെ പ്രീ ക്വാളിഫിക്കേഷന്റെ ക്രൈറ്റീരിയയിൽ
സാധാരണ നിലയിൽ പ്രീ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിമം മാർക്ക് മാത്രമേ പറയൂ. മിനിമം ഇത്ര മാർക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ കണ്ടീഷനും മീറ്റ് ചെയ്തിരിക്കണം. ടെൻഡർ ഡോക്യുമെന്റിൽ പറയുന്നത് മുഴുവൻ കണ്ടീഷനും മീറ്റ് ചെയ്തിരിക്കണം എന്നാണ്. ടെൻഡർ ഡോക്യുമെന്റിൽ എല്ലാ കണ്ടീഷനും മീറ്റ് ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ അതേസമയത്ത് മീറ്റ് ചെയ്തിരിക്കണം ഇതാ all the conditions are mandatory. ടെൻഡർ ഡോക്യുമെന്റിൽ പറയുക and the proposal will only be accepted with them. അപ്പൊ ഇത് കഴിഞ്ഞിട്ടും ഈ മുഴുവൻ മാർക്കും ആർക്ക് കിട്ടിയിട്ടില്ല? ഈ പറഞ്ഞ കോയ ആൻഡ് കമ്പനിക്ക് മുഴുവൻ മാർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാ കണ്ടീഷനും മാൻഡേറ്ററി ആണെന്ന് പറയുക, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കമ്പനിയെ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ 5 മാർക്ക് കൂടുതൽ കൂട്ടിക്കൊടുത്തിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു ജോയിന്റ് വെഞ്ചറെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെയുള്ളത് ഈ സ്കോപ്പ് ഓഫ് വർക്ക്. സാധാരണ ടെൻഡർ ഡോക്യുമെന്റ് ടെൻഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോ DBOT പ്രകാരമാണെങ്കിൽ അതിന്റെ വിശദമായിട്ടുള്ള ഏത് ടെൻഡറിലും സ്കോപ്പ് ഓഫ് ദ വർക്ക് ഉണ്ടാവും. ആ സ്കോപ്പ് ഓഫ് ദ വർക്ക് എന്ന് പറയുന്നത് വളരെ വിശദമായ ഒരു 10-20 പേജൊക്കെയുള്ള രേഖയായിരിക്കും. ഒരു കുഞ്ഞു ടെൻഡറിന് പോലും അത്രയും വലിയ രേഖയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. ടോട്ടൽ ടെൻഡർ ചെയ്യുന്ന ടോട്ടൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് 200 പേജിന് കുറഞ്ഞ ടെൻഡർ ഡോക്യുമെന്റ് കാണാൻ വേണ്ടി കഴിയില്ല. 200 പേജിന് മേലെയാണ് സാധാരണ ഉണ്ടാവുക. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്കോപ്പ് ഓഫ് വർക്ക് നിങ്ങൾ നോക്കുക, 8 വരിയാണ് സ്കോപ്പ് ഓഫ് വർക്ക്. ഈ സ്കോപ്പ് ഓഫ് വർക്ക് അനുസരിച്ച് ഇതിൽ 8 വരിയിൽ 5 ഇനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ, അതായത് കോസ്റ്റ് ഓഫ് DPR പ്രിപ്പറേഷൻ ആൻഡ് ഡിസൈൻ ചാർജസ്, കോസ്റ്റ് ഓഫ് STP, കോസ്റ്റ് ഓഫ് ഇലക്ട്രോ മെക്കാനിക്കൽ ഐറ്റംസ്, കോസ്റ്റ് ഓഫ് നെറ്റ്വർക്ക്, O&M ചാർജസ് ഫോർ 5 weeks, കോസ്റ്റ് ഓഫ് വെഹിക്കിൾ മെഷീൻസ് ഫോർ സെപ്റ്റേജ് കളക്ഷൻ, സീവർ ജെറ്റിംഗ് എറ്റ്സെട്ര. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു 6 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. സാധാരണ നിലയിൽ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ പൈപ്പ്, ആ പൈപ്പിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കുന്ന ടെക്നോളജി എങ്ങനെയായിരിക്കണം, ആ ടെക്നോളജിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന ഈ ശുദ്ധീകരിച്ചിട്ടുള്ള മാലിന്യം ശുദ്ധീകരിച്ച് വരുന്ന അതിൻ്റെ അഫ്ലുവൻസ്, ആ അഫ്ലുവൻസ് എങ്ങനെയായിരിക്കണം എന്നെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ കൊടുക്കണം. ആ ഡീറ്റെയിലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, ആ ഡീറ്റെയിൽ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള DPR ആണ് ഈ കമ്പനി തയ്യാറാക്കുന്നത്. DOBT അനുസരിച്ച്, DBOT അനുസരിച്ച് ടെൻഡർ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു കമ്പനി ഈ പറയുന്ന ഡീറ്റെയിലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഈ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ 6 കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇതിനു വേണ്ടി 140 കോടി രൂപ ചെലവ് വരുമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നിങ്ങൾ കേരളത്തിലെ രാജ്യത്തുള്ള ഏതൊരു എഞ്ചിനീയറിനടുത്തും ഈ സാധനം കൊടുത്തിട്ട് ഇതിനു വേണ്ടി 150 കോടി രൂപ വേണം എന്ന് എങ്ങനെയാ അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും? അതിന് ഓരോന്നിനും ഒരു ഡീറ്റെയിൽ വേണ്ടേ? ആ ഡീറ്റെയിലിംഗ് വേണ്ടേ? ആ ഡീറ്റെയിലിംഗ് എന്താണെന്നുള്ള ടെൻഡർ ഡോക്യുമെന്റിൽ വേണ്ടേ? അതാണ് ഞാൻ പറയുന്നത്, 10-20 പേജെങ്കിലും ആ ഡീറ്റെയിലിംഗ് ഉണ്ടാവും. അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് പോലും ഇല്ലാതെ 6 കാര്യങ്ങൾ ഇങ്ങനെ സബ് ഹെഡിങ് പോലെ എഴുതി വെച്ചിട്ട് അതിന് 140 കോടി രൂപ ചെലവ് വരുമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ എങ്ങനെ കണ്ടെത്തി? അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു കള്ളപ്രമാണം ഉണ്ടാക്കിയിട്ട് പ്രത്യേക രീതിയിലുള്ള എലിമിനേഷൻ പ്രോസസ്സിലൂടെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പ് ടെൻഡർ പ്രക്രിയ നടത്തിയിട്ട് ആ ടെൻഡർ പ്രക്രിയയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാളെ കണ്ടെത്തി കോടികളുടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുമായി ബന്ധപ്പെടുന്ന ടെൻഡർ ഫ്ലോട്ട് ചെയ്യുന്ന ജനറുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ പ്രോജക്റ്റ് ഏത് വിധത്തിലും ചെയ്യാം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പൈപ്പിടുന്ന പൈപ്പ്, ആ പൈപ്പിന് എത്ര, അത് വ്യത്യസ്ത ക്വാളിറ്റിയുള്ള പൈപ്പാകാം, അതുപോലെ തന്നെ സിമെന്റിനെ കൊണ്ടുള്ള പൈപ്പാകാം, എന്തും ചെയ്യാം. ഇത് ഈ ഒരു ഡോക്യുമെന്റ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ
ആ കോൺട്രാക്ടർക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ടെൻഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അത് അങ്ങനെയല്ല. അല്ല മണ്ണിന്റെ പൈപ്പ് ഇടുന്നത് കരുത്, അല്ലെ സിമെന്റിന്റെ പൈപ്പ് ഇടുന്നത് കരുത്. ആ പൈപ്പ് ഇടുന്ന സമയത്ത് പറയും, അല്ല സിമെന്റിന്റെ പൈപ്പ് ഇട്ടാ പോരാ, അത് കുറച്ചുകൂടി ഗേജുള്ള UPVC പൈപ്പ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വ്യവസ്ഥയില്ല. അതായത് പറയുന്നത് ഓരോന്നും എങ്ങനെയാണ് ഈ വർക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിലിംഗ് വേണം. ആ ഡീറ്റെയിലിംഗ് ഇല്ലാതിരിക്കാൻ കാരണം എന്താ? പിന്നീട് കോൺട്രാക്ടർക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാനൊരു കോൺട്രാക്ടറോട് സംസാരിച്ചപ്പോൾ, സാധാരണ വർക്കൊക്കെ അവാർഡ് ചെയ്യുന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ വർക്ക് വേണമെങ്കിൽ 30 കോടി രൂപക്ക് ഈ വർക്ക് ചെയ്യാം, 60 കോടി രൂപക്കും ചെയ്യാം, 80 കോടി രൂപക്കും ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാന്നാണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും കോൺട്രാക്ടർക്ക് ഈ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ വളരെ വളരെ ഫ്ലെക്സിബിൾ ആക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് തയ്യാറാക്കിയത് എന്നും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ രസകരമായ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ കപ്പാസിറ്റിയുള്ള STP തയ്യാറാക്കുന്ന ബിഡറുടെ ബിഡ് മാത്രമേ തുറക്കുള്ളൂ, അവർക്ക് മാത്രമേ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കൂ എന്നും കൂടി ഒന്നാമത്തെ ഡോക്യുമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഡോക്യുമെന്റിൽ ആ ഭാഗം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. ഇതിൽ കോർപ്പറേഷൻ മേയറുടെ കത്തുൾപ്പെടെയുണ്ട്. അപ്പോൾ മേയർ ഇക്കാര്യത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഈ വർക്ക് മേൽ താരതമ്യ പഠന പ്രകാരം കൂടുതൽ മാർക്ക് ലഭിച്ച മാർക്ക് കൂടുതൽ കിട്ടിയാക്കാണോ വർക്ക് കൊടുക്കുക ഇല്ലയോ എന്ന് ടെൻഡർ ഡോക്യുമെന്റിൽ ഇല്ല. കൂടുതൽ മാർക്ക് ലഭിച്ച കോയാൻ കമ്പനിയുടെ ടെൻഡർ ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് സാങ്കേതിക യോഗ്യത നേടിയ കോയാൻ കമ്പനിയുടെ ഫിനാൻസ് ബിഡ് 15/9/25 ഓപ്പൺ ചെയ്യുകയും നെഗോസിയേഷൻ നടത്തിയ പ്രകാരം കോയാൻ കമ്പനിയുടെ പ്രവൃത്തി 151.86 കോടി രൂപയ്ക്ക് ചെയ്യാമെന്ന് രേഖാമൂലം അറിയിക്കുകയും ആയത് 26/9/25 കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തനത് ഫണ്ട് പ്രകാരമുള്ള തുകക്ക് അനുസരിച്ച് DPR തയ്യാറാക്കാനും ഫിനാൻസ് ഗ്രാന്റ് പ്രകാരമുള്ള തുകക്ക് പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനും കമ്പനിക്ക് നിർദ്ദേശം നൽകാവുന്നതാണെന്ന് അറിയിക്കുന്നു. കോർപ്പറേഷൻ മേയറുടെ കത്തായിരുന്നു. കമ്പനിക്ക് നിർദ്ദേശം നൽകാവുന്നതാണെന്ന് അറിയിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇത് എഴുതിയിരിക്കുന്ന കത്ത് 10/7 10/7/2025 ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അനുമതിയുടെ കഥ കൂടി ഞാൻ പറയും. യഥാർത്ഥത്തിൽ ഈ വർക്ക് അവാർഡ് ചെയ്ത് തുടർ നടപടിയിലേക്ക് നീങ്ങിയായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ. അങ്ങനെ നീങ്ങുന്ന ഘട്ടത്തിലാണ് യാദൃശ്ചികമായി ഈ കാര്യം ഞങ്ങളുടെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അവിടെ ഇത് സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തയാളാണ്. ആ പരാതി കയ്യിൽ കിട്ടിയപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. മന്ത്രിയുടെ ലഭിച്ച പരാതിയെ തുടർന്നാണ്. അങ്ങനെയാണ് ഈ വർക്ക് അവാർഡ് ചെയ്യാൻ വേണ്ടി കഴിയാതെ പോയിട്ടുള്ളത്. ഇപ്പോൾ ശരിയാണ്, വർക്ക് അവാർഡ് ചെയ്ത് എഗ്രിമെന്റ് ചെയ്ത് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ തേങ്ങ മോഷ്ടിച്ചു, കയ്യോടെ പിടികൂടി, എന്നാൽ പിന്നെ മോഷ്ടിച്ച തേങ്ങയിന്ന് അങ്ങോട്ടേക്ക് പിടിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്താൽ മോഷണം ഇല്ലാതായി മാറില്ല. മോഷണം തന്നെയാണ്. കണ്ണൂർ ജില്ല കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ അഴിമതി. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു പദ്ധതിയുടെ മേലെ നമ്മുടെ നാട്ടിലെ ആളുകൾ കൈക്കൂലി വാങ്ങുന്നതിനും കണ്ടിട്ടുണ്ട്. എന്താ കൈക്കൂലി വാങ്ങൽ? ചിലപ്പം വർക്ക് ഇങ്ങനെ ഡിലേ ചെയ്യിക്കും, അതല്ലെങ്കിൽ ബില്ല് താമസിപ്പിക്കും. അപ്പോൾ കോൺട്രാക്ടർമാർ പോയിട്ട് ബന്ധപ്പെട്ടവരെ കണ്ട് കുറച്ച് കാശൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും അത് നടത്തിപ്പിക്കും. അതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന കൈക്കൂലി. ഇത് നാട്ടിൽ നടപ്പിലാക്കുന്ന നമ്മുടെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ്
രാജ്യം തന്നെ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതി, അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ്, അതായത് ദ്രവമാലിന്യങ്ങൾ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ 140 കോടി രൂപ അതിന് ചെലവ് വരുമെന്ന് കണക്കാക്കി അത് നിസ്സാര തുകക്ക് എങ്ങനെയെങ്കിലും നടപ്പിലാക്കി അതുവഴി മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ലക്ഷ്യം തന്നെ അട്ടിമറിച്ചുകൊണ്ട്, ഒരു പദ്ധതിയുടെ ഉദ്ദേശം തന്നെ പൂർണ്ണമായി തകർത്തെറിഞ്ഞുകൊണ്ട് ചില കോൺട്രാക്ടർമാർക്ക് ഇഷ്ടം പോലെ നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടി അവസരമൊരുക്കി അതിന്റെ പങ്ക് പറ്റുന്ന കോർപ്പറേഷൻ, നിങ്ങൾ ആലോചിക്കുക, കോർപ്പറേഷൻ മേയർക്ക് ഈ ചുമതലയിൽ ഒരു നിമിഷം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അർഹതയുണ്ടോ? ഇനിയിപ്പോ അത്രയും ദിവസവും ഇല്ല, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. അപമാനകരമായ സ്ഥിതിയാണ്. ഇത് കൊള്ളയാണ്. ആ കൊള്ളക്കെതിരായിട്ട് നിങ്ങൾ രംഗത്ത് വരണം, നിങ്ങൾ ഇതിന്റെ മേലെ ഇടപെടണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നിങ്ങൾക്ക് ലഭിക്കും. ആ രേഖകൾ നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് ഈ കൊള്ള അവസാനിപ്പിക്കണം. ഈ പദ്ധതി വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. താങ്ക് യു. ഉദ്യോഗസ്ഥരുടെ പങ്ക് എങ്ങനെയായിരിക്കും? കാരണം മേയർ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഇപ്പൊ സഹകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക് ഉണ്ടെന്ന് തന്നെയാണോ? അല്ല, ഇതിൽ LOA കൊടുത്തിരിക്കുന്ന ആരാ? സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ഇങ്ങനെ ഒരു LOA കൊടുക്കാൻ എന്താ അധികാരം? സംസ്ഥാന തലത്തിലുള്ള സമിതിയുടെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ഒരു LOA കൊടുക്കാൻ വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് അധികാരമില്ല. അപ്പൊ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോട് നിങ്ങൾ ചോദിക്കുക, അപ്പോൾ പറഞ്ഞു തരും ആര് പറഞ്ഞിട്ടാണ്, ആരുടെ തീരുമാനപ്രകാരമാണ്. ഇപ്പോ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് മേയർ അയച്ച കത്താണ്, ചീഫ് എഞ്ചിനീയർ മേയർ അയച്ച കത്താണ്. ആ കത്ത് നിലനിൽക്കെയാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ LOA കൊടുത്തിരിക്കുന്നത്. ഈ കത്തിന്റെ മേലെ ഏതെങ്കിലും വിധത്തിലുള്ള അനുമതി ലഭിച്ചിട്ടില്ല, കൊടുത്തിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം വരും, ഗൗരവമുള്ള അന്വേഷണം വരും. അന്വേഷണം വരുന്ന സമയത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറയട്ടെ ആര് പറഞ്ഞിട്ടാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ്, ആരുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു LOA കൊടുത്തത് എന്ന് അദ്ദേഹം പറയട്ടെ. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം? ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം നിങ്ങൾ കണ്ടില്ലേ, 9 എലിമിനേഷൻ പ്രോസസ്സാണ്. ഒരു പ്രത്യേക കമ്പനിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 9 കണ്ടീഷനുകൾ. ആ 9 കണ്ടീഷനുകളിലൂടെ മറ്റ് കമ്പനികളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒഴിവാക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പുണ്യം കിട്ടാൻ വേണ്ടിയില്ല, കൈക്കൂലി വാങ്ങാൻ വേണ്ടിയല്ലേ? കോടികളുടെ അഴിമതിയല്ലേ ലക്ഷ്യം? ആ കോടികളുടെ അഴിമതിയിൽ എത്ര കോടികൾ പോക്കറ്റിൽ പോയി എന്നും എത്ര ബാക്കി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് എന്നും അതിനുവേണ്ടി എത്രയാണ് പറഞ്ഞു വെച്ചത് എന്നും മേയർ പറയട്ടെ, ബന്ധപ്പെട്ടവർ പറയട്ടെ. ഇപ്പൊ എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്ന പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെ. ഫയൽ ചെയ്യുകയാണ് വേണ്ടത്, ചെയ്യട്ടെ. ധൈര്യമുണ്ട്, ഞാൻ വീണ്ടും പറയുകയാണ്, അദ്ദേഹം ഫയൽ ചെയ്യട്ടെ. ആ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള രേഖകൾ കൃത്യമായിട്ട് കോടതിയിലെത്തും. അതുകൊണ്ട് ഫയൽ ചെയ്യട്ടെ. ഞാൻ അദ്ദേഹത്തെ വീണ്ടും വെല്ലുവിളിക്കുക. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു പദ്ധതി, ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ അകത്ത് അഴിമതി നടത്തി. ഇത് മേയർ എന്ന് പറഞ്ഞ് ഇപ്പൊ തുടങ്ങിയതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. കോർപ്പറേഷൻ ശീല അതാണ്. നേരത്തെ നടത്തിയിട്ടുള്ള പദ്ധതി സംബന്ധിച്ച് ചെലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അന്നത്തെ മേയറെ സംബന്ധിച്ച് പരാതികളുണ്ടല്ലോ. ഇവിടെ എന്ത് നടപ്പിലാക്കിയാലും അതിന്റെ മേലെ കമ്മീഷൻ പറ്റുക, കൈക്കൂലി വാങ്ങുക എന്നുള്ളത് UDF ഭരണസമിതിയുടെ മുൻ മേയറുടെ കാലത്തും ഇപ്പോഴുള്ള മേയറുടെ കാലത്തും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ പദ്ധതിയുടെയും പിന്നിൽ കമ്മീഷന്റെ കഥകളുണ്ടാവും. അപ്പോൾ ഓരോ പദ്ധതിയുടെയും പിന്നിൽ നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ മതി. അതിന്റെ എല്ലാം പിന്നിൽ കമ്മീഷന്റെ, ആ പദ്ധതികൾക്കെല്ലാം ഭീകരമായ കമ്മീഷന്റെ കഥകൾ പറയാനുണ്ടാവും. അതുകൊണ്ട് ആ കഥകൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് പോകണമെന്ന് കൂടിയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുണ്ട്. ഞാൻ വായിക്കണോ? കോയാൻ കമ്പനി
കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ്, കോയായൻ കമ്പനി, അതോ ജോയിന്റ് വെഞ്ചറാണ്. ഹൈദരാബാദാണ് അവരുടെ അഡ്രസ്സ് വെച്ചിരിക്കുന്നത്, തെലുങ്കാന. കോയാൻ കമ്പനി ഒന്നാം ജോയിന്റ് വെഞ്ചറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ടില്ല. 2 കമ്പനികൾക്കാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ അയ്യപ്പ ഇൻഫ്രാ പ്രോജക്ട്സ് ലിമിറ്റഡ്, അവരും ഹൈദരാബാദാണ്, തെലുങ്കാന. ഇതാണ് സംഭവം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വിട്ടുപോയി. അതായത് പ്രീ ബിഡ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം, എലിമിനേഷൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആകെ ഒറ്റ ആളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെൻഡർ ഉണ്ട്. അപ്പോൾ ഫലത്തിൽ സിംഗിൾ ടെൻഡറിനാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. അതും കൂടി നമ്മൾ കാണും. സിംഗിൾ ടെൻഡറാണ്. ആ സിംഗിൾ ടെൻഡറിനാണ് ഫലത്തിൽ അനുമതി കൊടുത്തിട്ടുള്ളത് എന്നതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയാം. തുടർ നടപടി സർക്കാർ സ്വീകരിക്കുമല്ലോ. വിജിലൻസ് അന്വേഷണം വരുമല്ലോ. സ്വാഭാവികമായിട്ട് ഇത്രയും ഗൗരവമുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷണം വരുമല്ലോ, ഒക്കെ വരുമല്ലോ. എൻ്റെ അതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കട്ടെ. ഇപ്പോ ആ ഫയല് പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ കയ്യിലാണുള്ളത്. കമ്മിറ്റി അതിന്റെ മേലെ ഉചിതമായ തീരുമാനം എടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടല്ലോ. കമ്മിറ്റിക്ക് അത് റദ്ദ് ചെയ്യാൻ വേണ്ടി ഒറ്റ കാരണമേ പെട്ടു, അധികം കാരണം വേണ്ട. ഈ കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് LOA കൊടുത്തിരിക്കുന്നത്. ആ ഒറ്റ കാരണം മതിയല്ലോ. എങ്ങനെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ കൊടുത്തിരിക്കുന്നു. അതിനെ പറയുന്നത് സംസ്ഥാന തലത്തിൽ അങ്ങനെയാണ് അദ്ദേഹം പറയട്ടെ. നിങ്ങളോടല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, മിനിഞ്ഞാന്നല്ലേ നിങ്ങളോട് പറഞ്ഞത് സംസ്ഥാന തലത്തിൽ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും എത്രയോ മുമ്പേ 29/9/25 LOA കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോ സ്റ്റേറ്റ് റദ്ദ് ചെയ്യുന്നത് കരുതുക. ഈ കമ്പനി നേരെ കോടതിയിൽ പോയാൽ എന്താ അവസ്ഥ? LOA കിട്ടിയ കമ്പനി കോടതി പോയാൽ ആ കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് കോടതി പറയും. മനസ്സിലായില്ലേ? ഇനി എന്റെ കയ്യിലാണ് പിന്നെ ബോർഡ്. നിങ്ങൾ എനിക്കാണ് ലെറ്റർ ഓഫ് ഇന്റന്റ് പിന്നെ അക്സെപ്റ്റൻസ് തരുന്നത്. അതായത് നിങ്ങൾ ഈ ജോലി ചെയ്യാൻ സന്നദ്ധതയുണ്ട്, ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ ഇതിന്റെ മേലെ എഗ്രിമെന്റ് വെക്കണം എന്നാണ് പറയുന്നത്. എഗ്രിമെന്റ് വെക്കണം എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഗ്രിമെന്റ് വെക്കണോ വേണ്ടോ തീരുമാനിക്കാൻ ഞാൻ എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇല്ല, നിങ്ങൾക്ക് എഗ്രിമെന്റ് വെക്കാൻ പറ്റില്ല, ഞാൻ വേറെ ആളെ നോക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇയാൾക്ക് കോടതി പോവാ. നിങ്ങൾ സ്റ്റേറ്റ് ലെവൽ, അതൊക്കെ നിങ്ങളുടെ ഇന്റേണൽ കാര്യമാണ്, ഇയാൾ നോക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹം കോടതി പോകും. കോടതി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് കോടതി ഇദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇദ്ദേഹത്തിനാണ് ഇപ്പൊ റൈറ്റ്, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയല്ലോ. എന്നിട്ടാണ് കോർപ്പറേഷൻ മേയർ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്. എന്നിട്ടാണ് കോർപ്പറേഷൻ മേയർ നിങ്ങളോട് പറയുന്നത് ഇത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. LOA ചിലരെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അല്ല, അതിന് നടപടിക്രമങ്ങളുണ്ടല്ലോ. വിജിലൻസിന് പരാതി കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടുള്ള നടപടികളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് മാത്രമേ വിജിലൻസ് ഇടപെടുള്ളൂ. ഇതിപ്പോ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ കയ്യിലാണല്ലോ ഇതുള്ളത്, ഈ ഡോക്യുമെന്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് വരും. ഞങ്ങൾക്ക് എന്താ തോന്നുന്നു? പദ്ധതി നടപ്പിലാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 140 കോടി രൂപയുടെ പദ്ധതിയാണെങ്കിൽ ആ 140 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാവും. നിങ്ങൾ ഉറപ്പിച്ചു. പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ മേയറും കണ്ണൂരിൽ ഇപ്പോൾ ഉള്ള കോർപ്പറേഷനും ആയിരിക്കില്ല ആ പദ്ധതി നടപ്പിലാക്കുക. അത് സുതാര്യമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനം കണ്ണൂർ കോർപ്പറേഷന് വരും. ജനങ്ങൾ അതിന് പറ്റുന്ന ഒരു സംവിധാനത്തെ തെരഞ്ഞെടുക്കും. എന്നിട്ട് ആ കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കും. കമ്മീഷൻ അടിച്ചു മാറ്റുന്ന, നാടിനെ കൊള്ള ചെയ്യുന്ന സംഘമല്ല ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. അത് ജനങ്ങൾ മനസ്സിലാക്കും. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ മേയറോടല്ലേ ചോദിക്കേണ്ടത്. ഇവിടെ നടക്കുന്ന ഈ പൊതുമരാമത്ത് പ്രവൃത്തികൾ നിങ്ങളൊന്ന് പൊതുവിൽ പരിശോധിച്ചാൽ സാധാരണഗതിയിൽ നിങ്ങൾ ടെൻഡർ അംഗീകരിച്ച് അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത് ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്ത് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൊടുക്കല്ലേ. നിങ്ങൾ ഈ കോർപ്പറേഷൻ്റെ അജണ്ടകൾ പരിശോധിച്ചാൽ എല്ലാ യോഗത്തിലും നിങ്ങൾക്ക് കാണാം അവിടെ നിലവിലുള്ള എസ്റ്റിമേറ്റ് റിവിഷൻ
അത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തായിരിക്കും. ഇപ്പോൾ 10 കോടി രൂപയുടെ പദ്ധതി, അതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും അതിന് വർക്ക് കൊടുക്കുമ്പോൾ അത് കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന് മേലെ പിന്നീട് എസ്റ്റിമേറ്റ് റിവിഷൻ എങ്ങനെയാണ് വരുന്നത്? എമൗണ്ട് വർദ്ധിപ്പിക്കില്ല എന്ന് നോക്കുമ്പോൾ അതേ എമൗണ്ട് തന്നെയാണ്. പക്ഷേ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നത് ഒന്നുകിൽ കട്ട് ചെയ്യുന്ന സ്ഥലം അത് വർദ്ധിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചെയ്യാനുള്ള ലെങ്ത് കുറച്ച് കൊടുക്കും. എന്താണോ കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കാൻ ആവശ്യം അതിന് പറ്റാവുന്ന രൂപത്തിൽ എസ്റ്റിമേറ്റ് റിവിഷൻ ഇല്ലാത്ത ഒരൊറ്റ അജണ്ട നിങ്ങൾ പരിശോധിച്ചു കേട്ടെ. റിവൈസ് ചെയ്യണമെങ്കിൽ അതിന് മുൻകൂട്ടി പെർമിഷൻ വേണം ഭരണസമിതിയുടെ. അതൊന്നുമില്ലാതെ അംഗീകാരം കൊടുക്കും മേയർ. എന്നിട്ട് അത് പിന്നീട് റാറ്റിഫിക്കേഷൻ വരും ബോർഡിൽ. നിങ്ങൾ പരിശോധിച്ചു, നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുന്നുണ്ടാവുമല്ലോ. എല്ലാ മീറ്റിങ്ങുകളിലും പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് റിവിഷൻ എല്ലാ മീറ്റിങ്ങിലും അതെന്റെയാണ്. റിവൈസ് ചെയ്യാത്ത ഒരു വർക്ക് കൊടുക്കാറില്ല. എന്തിനു വേണ്ടിയാ റിവൈസ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി, റിവൈസ് ചെയ്യേണ്ടി വരും. അത് കോർപ്പറേഷൻ്റെ പെർമിഷനോട് കൂടി റിവൈസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. പക്ഷേ 100% വർക്കിൻ്റെയും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നതിനാ അത് കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്തതിന് ശേഷം. നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്തിനു വേണ്ടിയതെന്ന്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇരുന്ന ആളാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി. അപ്പോൾ ഇങ്ങനത്തെ കരാറുകളൊക്കെ വരുമ്പോൾ ഇതേ രീതിയിലാണോ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചെയ്തത്? അതിന്റെ അനുഭവം കൊണ്ടാണോ ഇത് പറയുന്നത് എന്നൊക്കെയാണ് മേയർ പറഞ്ഞത്. ഇങ്ങനെ കരാറുകളൊക്കെ വരുമ്പോൾ നിലവാരമില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. നിലവാരമില്ലാത്തതിന് മറുപടി പറയേണ്ട കാര്യമില്ല. നിലവാരമില്ലാത്തല്ലേ ആരോപണല്ലേ? ആര് വില വെക്കുന്നത്? ആര് വില വെക്കുന്നത്? ഈ മേയർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ കയ്യിലാണ് എന്ന് പറയുന്നത്. പേടിച്ചോട്ടാണോ ആരുടെ? മേയറുടെ. അല്ല, പേടിച്ചോണ്ടല്ല പിന്തിരിഞ്ഞോട്ടല്ല, സ്റ്റേറ്റ് ലെവലിൽ മേയർ കൊടുത്തതല്ല. അത് നിങ്ങൾ പരിശോധിച്ചു എങ്ങനെയാണ് പോയത്? അല്ലേ പറഞ്ഞത് വർക്ക് അവാർഡ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഈ മേയർക്ക് എത്ര പൈസ കൊടുത്തു എന്നാണ് ഈ വന്ന് കണ്ടവർ പറഞ്ഞ എത്ര കൊടുത്തു? അവര് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് മുഴുവൻ ഇപ്പം തീർക്കണ്ടല്ലോ. കൊടുക്കും എന്നാണോ? വാഗ്ദാനാണോ അല്ല കൊടുത്തിട്ടുണ്ടോ? അല്ല, മുഴുവൻ ഇപ്പം തീർക്കണ്ട. മേയറെന്തും പറയട്ടെ. നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. തെരഞ്ഞെടുപ്പൊന്നും പ്രശ്നമല്ല. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് പ്രശ്നമല്ല. മേയർ ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞതിന് ശേഷം ബാക്കി പറയാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പണത്തിന്റെ കാര്യത്തില് മേയർ പറഞ്ഞ മറ്റൊരു കാര്യം, അങ്ങനെ ഒരാള് കൈക്കൂലിയുമായിട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് തന്നുവെന്ന്, അതായത് മേയർക്ക് കൊടുത്തുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ആ നടപടിയല്ലേ ഇത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു പരാതി കൊടുത്തു എന്നറിഞ്ഞ ഉടനെ തന്നെ പരാതി കൊടുത്തിട്ട് അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി കണ്ണൂർ കോർപ്പറേഷനിലേക്ക് റിപ്പോർട്ട് ചോദിച്ച് റിപ്പോർട്ടിന് വേണ്ടി വന്ന ഉടനെ എൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ. അത് കേട്ടിട്ട് ഉടനെ തന്നെ 2 തല്ലും കൊടുത്തിട്ട് പറഞ്ഞു വിടുകയല്ലല്ലോ വേണ്ടത്. അയാൾ വന്നതുകൊണ്ടാണ് ഇതിൻ്റെ മുഴുവൻ രേഖകളും ഞാൻ തപ്പാൻ പോയത്. അതുകൊണ്ടാണ് മുഴുവൻ രേഖകൾ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോർപ്പറേഷൻ മേയർ എനിക്കെതിരായിട്ട് എന്താ പറയേണ്ടതെന്ന് വിചാരിച്ചാൽ പറയട്ടെ. ഞാൻ ഒന്നുകൂടി വെല്ലുവിളിക്കുകയാണ്, അദ്ദേഹം എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെ. ഈ കൈക്കൂലി തരാൻ വന്നവരും കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം തെറ്റാണല്ലോ. അപ്പൊ അന്ന് വന്നപ്പോ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് വരുന്നത്. അല്ല, അവരെൻ്റെ അടുത്ത് വന്നത് എനിക്ക് കൈക്കൂലി ഓഫർ ചെയ്തിട്ടല്ല വരുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്തു തരണം. അപ്പോൾ സഹായം ചെയ്ത് ഞാൻ ചോദിച്ചു, ഞാനെന്തിനാ അതിൻ്റെ അകത്ത് സഹായിക്കേണ്ട കാര്യം? നിങ്ങളൊരു വർക്ക് എടുത്തല്ലേ. അല്ല, അതിൻ്റെ അകത്ത് ചില പ്രശ്നമുണ്ട്, നിങ്ങളെ അനുമതി ഇല്ലാതെ ഞാൻ ആ വർക്കിലേക്ക് പോകില്ല. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടുക. എൻ്റെ അനുമതി എന്താ? ഞാനെന്താ ഈ കൊട്ടേഷൻ എടുക്കുന്ന ആളാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുക. അപ്പോഴാണ് അയാൾ എന്നോട് പറഞ്ഞത്, അത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഏർപ്പാട് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ എനിക്ക് സംശയമായി. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പാർട്ടിയായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പോലീസിൽ പിടിച്ചേൽപ്പിക്കാം. പക്ഷെ അതോടുകൂടി അതിൻ്റെ അപ്പുറമൊന്നും നീങ്ങൂലല്ലോ.
കാര്യങ്ങൾ എടുക്കണമല്ലോ. അപ്പോൾ ഞാനത് എടുത്തു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്വേഷണമൊക്കെ വരുന്ന സമയത്ത് എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവരുടെ മുമ്പിൽ ഞാനും പറയല്ലോ. ആ കാര്യങ്ങൾ എനിക്കറിയില്ല, വന്നാളാരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആളുടെ മുഖം നല്ല ഓർമ്മയുണ്ട്. മലയാളി ആരോട്ടെ ആരോട്ടെ ഒരാൾ വന്നിരുന്നു. വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നെ വന്നിട്ട് കാണാൻ കാരണം ഞാൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടാണ് കാണാൻ വന്നത്. കാരണം CPM-മായി ബന്ധപ്പെടുന്ന ഒരാൾ അതിൻ്റെ മേലെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ മേലെ റിപ്പോർട്ട് ഇവിടെ കണ്ണൂർ കോർപ്പറേഷനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഉടനെ തന്നെ ആ വിവരം കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ പരാതി എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. ബന്ധമാവട്ടെ, ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെ രണ്ടാം ഭാഗം വേണമല്ലോ. അദ്ദേഹം പറയട്ടെ, നമുക്ക് ഇനി പിരിയാം. അന്നത്തെ മേയറുമായിട്ട് ആ കമ്പനിക്ക് ബന്ധമുണ്ട്, കമ്പനിയെ ബന്ധപ്പെട്ട ആളുകൾക്കും അന്നത്തെ മേയറുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള വിധത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായ അടുപ്പം ഈ കമ്പനിയുടെ ആൾക്കാർ വരുന്നുണ്ടോ? നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്താണ് അടുപ്പം, അതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, രണ്ടാമത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ ഉന്നയിച്ചല്ലോ. കൗൺസിൽ ഉന്നയിച്ചു, ബഹളം വെച്ചു, നിങ്ങളാരും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമേ. പ്രശ്നങ്ങളെല്ലാം കൗൺസിലിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചേലോറയുടെ പ്രശ്നം ഉന്നയിച്ചതിൻ്റെ മേലെയാണല്ലോ 1.77 കോടി രൂപ അധികം കൊടുത്ത് തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞത്. അല്ല, ഇതില് ഈ കാര്യം കൗൺസിലിൽ വരുന്നത് എപ്പോഴാണ്? കൗൺസിൽ ഈ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൗൺസിലിൽ വരുന്നത്. അപ്പോഴല്ലേ കൗൺസിൽ അംഗങ്ങൾ ഇത് അറിയുന്നുള്ളൂ. ഇത് കൗൺസിലിന്റെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയല്ലേ കൗൺസിൽ വരുന്നത്. അപ്പോഴല്ലേ ഇടതുപക്ഷ കൗൺസിലർമാർ ഇത് അറിയുള്ളൂ. അവരുടെ തന്നെ ഡിസന്റ് കൊടുത്തു. അവരതിനോട് ശക്തമായിട്ടുള്ള പ്രതിഷേധം പറഞ്ഞു. ആ ഡിസന്റ് കൊടുത്തതും ഇങ്ങനെയുള്ള ചില ഇടപെടലുകൾക്ക് കാരണമായിട്ടുണ്ടാവും. അത് നമുക്ക് പിന്നെ എടുത്തൂടെ? ഞങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഈ വർക്കുകളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ഓഫീസിന് മുമ്പിൽ 4-5 തവണ സമരം നടത്തിയിട്ടുണ്ട്. LDF-ന്റെ കൗൺസിലർമാർ ഇക്കാലത്തെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ബങ്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, പൊതുമരാമത്ത് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട വിഷയം, നമ്മുടെ മഞ്ചപ്പാലത്തെ സ്വീവേജ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, പൊതുമരാമത്ത് വർക്കുകളിൽ നേരത്തെ മാറ്റിക്കൊടുത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലെല്ലാം പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. ചിലതിൽ വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരു കാര്യമല്ല. കഴിഞ്ഞ 4.5 കൊല്ലക്കാലമായി തുടരുന്നതിൻ്റെ അവസാനത്തെ ഒരു എപ്പിസോഡ്, അത്രയേ ഉള്ളൂ. എല്ലാ പൊതുമരാമത്ത് വർക്കുകളും ഈ നിലക്ക് തന്നെയാണ്. പടന്നപ്പാലത്തത് നിങ്ങളിപ്പോൾ ഈ വർക്കിൻ്റെ അകത്ത് തന്നെ കണ്ടില്ലേ? അതായത് ONM പിന്നെ എന്താ ഇനി പറയുക, DLP പീരീഡും ഈ 5 വർഷത്തെ ONM പീരീഡ് തന്നെ. അതായത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഏത് ടെൻഡറിലും ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഏത് ടെൻഡറിലും ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് STP പ്രോജക്റ്റുകളിൽ 5 വർഷം എല്ലാ ടെൻഡറിലും ഉണ്ടാകും. പക്ഷേ പടന്നപ്പാലത്തെ പ്രോജക്റ്റിൽ മാത്രം ONM വ്യവസ്ഥ വെച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരു വർക്ക് നടത്തിയാൽ അതിന് മിനിമം ഒരു DLP പീരീഡ് എന്ന് പറയുന്ന സാധനം. ആ DLP പീരീഡ് സാധാരണ 2 വർഷമാണ്. DLP എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡാണ്. DLP പീരീഡ് 2 വർഷമാണ്. 2 വർഷത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെയാണ്. ഒരു വർക്ക് നടത്തിയിട്ട് അതിൻ്റെ ഒരു വാറണ്ടി പോലെയാണ് 2 വർഷം കണക്കാക്കുക. ഇപ്പോൾ പടന്നപ്പാലത്ത് ഒരു MLD-യുടെ STP പ്രവൃത്തി ആരംഭിച്ചിട്ട് അത്രയും 1 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അത് പോവാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരികയാണ്. അപ്പോൾ ഒന്ന് ONM ഇല്ല, രണ്ടാമത്തെ DLP പീരീഡ് തന്നെ അതിനുള്ളിൽ തന്നെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള
ഈ കമ്പനിയെ കൊണ്ട് നിർബന്ധമായിട്ടും കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അപ്പോൾ കമ്പനിക്ക് ഇതൊന്ന് സ്ഥാപിച്ച് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തടി രക്ഷപ്പെട്ടു പോകാനുള്ള അവസ്ഥ ഉണ്ടായിക്കൊള്ളു. മൂന്നാമത്തത്, ഇപ്പോൾ O&M പീരീഡിന് വേണ്ടിയിട്ട് ടെൻഡർ വിളിച്ചിരിക്കുക. ടെൻഡർ വിളിച്ച് ഒരു കമ്പനിക്ക് അവർ വർക്ക് കൊടുത്തിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിങ്ങൾ ഒരു വർക്കിൻ്റെ ഭാഗമായി തന്നെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് പീരീഡ് വെക്കുന്ന സമയത്ത് ആ കമ്പനികൾ അതിൻ്റെ ക്വാളിറ്റി കൂടി അത്രയും കാലം ഓപ്പറേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യം അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് വർക്ക് നടത്തുക. എന്നാൽ O&M പീരീഡ് ഇല്ലാത്തതുകൊണ്ട് അവർ തൽക്കാലം 2 വർഷത്തെ DLP പീരീഡ് കഴിയുന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്തം കഴിയും. അത് മാത്രം കണക്കാക്കിയിട്ടാണ് അവർ വർക്ക് ചെയ്യുക. അപ്പോൾ O&M പീരീഡ് ഇല്ലാണ്ട് പുതിയ ഒരു O&Mന് വേണ്ടിയിട്ടാണ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടെൻഡർ വിളിക്കുന്നത്. നേരത്തെ ഈ പദ്ധതിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചെറിയ തുകക്ക് O&M പീരീഡ് ഇല്ലാതെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമായിരുന്നു. ഇപ്പോൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് വേറെ തന്നെ ടെൻഡർ, അതിന് വേണ്ടിയിട്ടുള്ള കോടികളാണ് ഇനിയിപ്പം ചെലവഴിക്കാൻ വേണ്ടി. ഇതാണ് കണ്ണൂർ കോർപ്പറേഷൻ. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കമ്പനിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങാം, O&M കൊടുത്തതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ കമ്പനിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങാം. അപ്പോൾ ഒരു പ്രോജക്റ്റിൽ നിന്ന് തന്നെ 2 കോൺട്രാക്ടർ എടുത്തുനിന്ന് അഴിമതി നടത്താൻ വേണ്ടി കഴിയുന്ന വിധത്തിലാണ് നമ്മുടെ പഠനപാലത്തെ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും.